ഈ സായം സന്ധിയോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. നിന്റെ ഛായയിലും സദൃശ്യത്തിലും ഞങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നതിന് അടിയങ്ങൾ അങ്ങയുടെ അമ്മയോടും മാലാഖമാരോടും ചേർന്നുകൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ആകാശവും ഭൂമിയും കടന്നുപോയാലും എന്റെ വചനം കടന്നുപോവുകയില്ല എന്നള്ളി ചെയ്തുകൊണ്ട് ഞങ്ങളെ ഒരിക്കലും കടന്നുപോകാത്ത ജീവന്റെ വചനം നൽകുവാൻ ഈ നിമിഷം ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതമാകുന്ന വഴിത്താരെ നിന്റെ പ്രകാശവും വെളിച്ചവും വീശി ഞങ്ങളെ നയിക്കണമേ. അങ്ങയുടെ നേത്രയാജ്ഞനം ഞങ്ങളുടെ കണ്ണുകളിൽ പൂശി ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണമേ. അപ്പസ്തോലന്മാരെ മാതാവിനെ നിറച്ചതുപോലെ നിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യുകയും നിറയ്ക്കുകയും ചെയ്യണമേ. യേശുവിന്റെ അമ്മയായ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ശ്രവിക്കുന്ന വചനം 30, 100, 60 മേനി ഫലമുളകുവാൻ ഉതകുമാറ് ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയവരികളെ ഒരുക്കി തരണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ വേലകളെയും കഷ്ടപ്പാടുകളെയും വേദനകളെയും രോഗങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെ മുഴുവനെയും കർത്താവിന്റെ ദീർഘങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കൃപാകടാക്ഷത്തിനായി നിന്റെ പാദപീഠത്തെങ്കിൽ അടിയങ്ങൾ ഞങ്ങളെ തന്നെ കാഴ്ച സമർപ്പിക്കുന്നു. പൂജരാജാക്കന്മാരുടെ കാഴ്ചകൾ കുന്തിരിക്കവും മീറയും പൊന്നും സ്വീകരിച്ചതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കാഴ്ചവസ്തുക്കളെയും സ്വീകരിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ഉരുക്കി ഉടച്ചു വാർത്തെടുക്കണമേ. കർത്താവ്, ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ സങ്കല്പം, നിന്റെ അഭിലാഷം സ്വീകരിക്കുവാൻ ഉള്ള ഹൃദയവിശാലം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ പ്ലാനും പദ്ധതിയും എന്തെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ മുഴുവനായി നിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഫ്രാൻസിസ് അസീസി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. എല്ലാ മാലാഖമാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആർഷഭാരതത്തിന്റെ തെക്കേ അറ്റത്തെ കൊച്ചു കേരളത്തിൽ ജീവിതമെടുത്ത് ജന്മം കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് ഒരു ക്ഷാൻ ജീവിത സൗകര്യത്തിനു വേണ്ടി, വയറിനു വേണ്ടി മറുനാട്ടിൽ വന്നു കിടക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളെ, എന്റെ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ മക്കള് ഇന്ന് ഏത് രാജ്യത്തായിരുന്നാലും എവിടെയായിരുന്നാലും ഏത് ജോലിയിലായിരുന്നാലും നാട്ടിലായിരുന്നാലും ഇന്ന് ഒന്നടങ്കം എല്ലാവരും പ്രഭാതമായാൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പത്രം കാണാനാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിലെ ഈ പത്രം വായിക്കുന്ന ആൾക്കാരെ വളരെ വിരളമായിരുന്നു. അഥവാ വായിച്ചാൽ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകര്, ടീച്ചേഴ്സ്, ഓഫീസർമാര്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് പത്രം വായിക്കുന്നത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മറിച്ചാണ്. ഇന്ന് മൊട്ടേന്ന് വിരിയാത്ത കുഞ്ഞിനായാലും വടികുത്തി നടക്കുന്ന അപ്പാപ്പനായാലും കൊള്ളാം, കുണുക്കിട്ടെ അമ്മാമയായാലും കൊള്ളാം, നേരം വെളുത്ത ഉടനെ പത്രം അന്വേഷിക്കുന്നത്. പത്രം വന്നോ എന്ന് തിരക്കുക നാട്ടിലെ ഒരു സമ്പ്രദായമാണ്. കാരണം പണ്ടത്തേതിനെയൊക്കെ അപേക്ഷിച്ച് ഇന്ന് ഒത്തിരിയേറെ ചൂടുള്ള വാർത്തകളുമായിട്ടാണ് പത്രം എന്നും നമ്മുടെയൊക്കെ വീടുകളിൽ കയറി വരാറുള്ളത്. ഇവിടെ നിങ്ങൾക്കും പത്രങ്ങൾ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ വഴി അങ്ങോട്ട് നടന്നുപോയ പല മാടക്കടകളിലും ദീപികയും മനോരമയും മംഗളവും മനോരാജ്യവും ചന്ദ്രികയും ഒക്കെ ഇരിക്കുന്നത് കാണാനിടയായി. അപ്പോൾ ഇവിടെയും അന്നന്നതുള്ളത് പത്രങ്ങൾ പിറ്റേ ദിവസം ഇവിടെ എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നാം ഈ പത്രങ്ങൾ വായിച്ചാൽ നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ട്, വ്യത്യസ്തമായ വികാരങ്ങളെ തട്ടി ഉണർത്തിക്കൊണ്ടാണ് പത്രങ്ങൾ ഓരോ ദിവസം നമ്മുടെ വീടുകളിലേക്ക് കയറി വരാറുള്ളത്. കാരണം പത്രം വായിച്ചാൽ സന്തോഷമുള്ള വാർത്തകൾ ധാരാളം ദിവസവും അതിനകത്തുണ്ട്, സങ്കടമുള്ള വാർത്തകളുണ്ട്, നിരാശ തോന്നിക്കുന്ന വാർത്തകളുണ്ട്, വേദനാജനകമായ വാർത്തകളുണ്ട്, ഫ്രണ്ട് പേജിൽ വരുന്ന വാർത്തകളുണ്ട്, ഫോട്ടോസഹിതം വരുന്ന വാർത്തകളുണ്ട്, ബാക്ക് പേജിൽ വരുന്ന വാർത്തകളുണ്ട്, മുഴുത്ത തലക്കെട്ടിൽ വരുന്ന വാർത്തകളുണ്ട്, ചെറിയ അക്ഷരത്തിൽ വരുന്ന വാർത്തകളുണ്ട്. ഇതൊക്കെ കാലത്തിന് അനുയോജ്യമായിട്ട് വാർത്തകളുടെ, പൊതുജനങ്ങളുടെ ശ്രദ്ധയനുസരിച്ച്, വാർത്തയുടെ പ്രാധാന്യം അനുസരിച്ചാണ് ഇതൊക്കെ കടന്നു വരുന്നത്. ഏതായിരുന്നാലും ഓരോ ദിവസവും നമ്മൾ പത്രം പരിശോധിച്ച് നോക്കിയാൽ സന്തോഷവും ദുഃഖവും സങ്കടവും നിരാശയൊക്കെ തോന്നിക്കുന്ന വാർത്തകൾ വരാറുണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന വാർത്തകൾ വരാത്ത ഒരു ദിവസം പോലുമില്ല പത്രത്തിൽ. കാരണം എന്ന് പത്രമെടുത്ത് നോക്കിയാലും കാണാം, ഓടുന്ന ട്രെയിനിന്റെ കീഴെ കൊണ്ട് തലവെച്ചു, വണ്ടിക്കടിയിൽ കൊണ്ട് തലവെച്ചു, ലോട്ടിലെ അടഞ്ഞ മുറിയിൽ തൂങ്ങി മരിച്ചു, വിഷം കഴിച്ചു മരിച്ചു, കേടത്തി കൊച്ചിനെ എളിയെ വെച്ചുകൊണ്ട് കിണറ്റിച്ചാടി, ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാത്ത ദിവസങ്ങളിൽ
നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ? നമ്മുടെ ഭാരതത്തിൽ ഒരു ദിവസം 620 പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്. അടുത്ത നാളത്തെ സർക്കാരിന്റെ കണക്കാണ്. ഈ അടുത്ത നാളിൽ സർക്കാർ എടുത്ത കണക്കനുസരിച്ച് നമ്മുടെ ഭാരതത്തില് ഒരു ദിവസം 620 പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്. കണക്കിൽപ്പെട്ടതാണ് ഇത്രയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. ഇത്രയും കണക്കിൽപ്പെട്ടെങ്കിൽ കായലോരങ്ങളിലും കടലോരങ്ങളിലും വനാന്തരങ്ങളിലുമായി മനുഷ്യർ ദൃഷ്ടിയപ്പെടാതെ കിടക്കുന്നവർ അത്രയും കൂടെ കാണുമെന്ന് കൂട്ടിക്കൂ. ചുരുക്കത്തിൽ ഏതാണ്ട് 1000-ഓളം ആൾക്കാർ ദിവസവും നിങ്ങളും ഞാനും ജന്മം കൊണ്ട ഭാരതത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ഇനിയും അതിൽ വളരെ വിശിഷ്ടമായ ഒരു സംഗതി, നിങ്ങൾ ഞാനും വളരെ ഉറക്കെ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഭാരതത്തിൽ നടക്കുന്ന ആത്മഹത്യകളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിലാണ്. നിങ്ങൾ ഞാനും കേരളത്തിന്റെ മക്കൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. ഏറ്റവും കൂടുതൽ മാനസിക രോഗികൾ ഇന്ന് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ തകർന്ന കുടുംബബന്ധങ്ങൾ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ വഷളായ പ്രശ്നങ്ങൾ നടക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യയും കൊലപാതകവും നടക്കുന്നതും കേരളത്തിൽ തന്നെ. മറുനാട്ടിൽ കിടക്കുന്ന എന്റെ മക്കള്, നിങ്ങളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ സ്നേഹിതരും ബന്ധുക്കളും ഉടയവരും കൂടപ്പുറപ്പുകളുമായ ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവണം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ജീവിതത്തിലെ പരിവർത്ത യാഥാർത്ഥ്യങ്ങളും സാഹചര്യം വന്നു മുട്ടിയപ്പോൾ, മുന്നോട്ട് നീങ്ങാൻ നിവർത്തിയില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചവർ കാണുകയില്ല ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പുണ്ടെന്ന് പറയാൻ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. ചെയ്താലോ എന്ന് ചിന്തിച്ചിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ ഇതിനകത്തില്ലേ. വത്സല മക്കളെ, എപ്പോഴാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ധ്യാനത്തിന് തുടക്കം കുറിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം വളരെ സ്ഥായിയായ ആധികാരികമായ ജീവിതത്തിലെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് അങ്ങോട്ട് ആരംഭിക്കാം. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്? അല്ല, എപ്പോഴാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്? വൈ ഷുഡ് എ മാൻ കമ്മിറ്റ് suicide or when does a man commit suicide? എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യണം? അല്ലെ, ആത്മഹത്യാപരമായ ഒരു ചിന്ത എന്തുകൊണ്ട് മനുഷ്യൻ മനസ്സിൽ കൊണ്ട് നടക്കണം? അല്ലെങ്കിൽ അത് എപ്പോഴാണ് കൊണ്ട് നടക്കുന്നത്? അതായത് ഈ ചോദ്യത്തിന് ശാസ്ത്രീയമായ ഒരു അർത്ഥം നിങ്ങൾ ഉത്തരം നിങ്ങൾ കണ്ടെത്തുന്നതിന് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ വിചാരിക്കുകയാണ്. മനുഷ്യന് 3 മേഖലകളാണുള്ളത്: ശരീരം, വികാരം, ആത്മാവ്. സൈക്ക്, സോമ ആൻഡ് ന്യൂമ. മനുഷ്യരാരും മൃഗങ്ങളല്ല, കാരണം മൃഗത്തിന് ആത്മാവില്ല. മനുഷ്യരാരും മാലാഖമാരല്ല, കാരണം മാലാഖയ്ക്ക് ശരീരമില്ല. ഇത് രണ്ടും കൂടെ സമ്മേളിക്കുന്ന ഒരു ശാസ്ത്രമാണ് മനുഷ്യൻ. മനുഷ്യന് ശരീരമുണ്ട്, വികാരമുണ്ട്, ആത്മാവുണ്ട്. ഈ ആത്മീയ, വൈകാരിക, ശാരീരിക മണ്ഡലത്തില് മനുഷ്യൻ പിറന്നു വീഴുമ്പോൾ മുതൽ ലോകത്തോട് യാത്ര പറയുന്നത് വരെ അസ്വസ്ഥതകൾ അനുഭവിക്കാൻ സാധ്യതയുള്ളവരാണ്. കാരണം ഈ 3 മണ്ഡലത്തിലും പൂർണ്ണത പ്രാപിച്ച ഒരുവനും ലോകത്തിലുണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ അവന് പിന്നെ മറ്റൊരു ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല. He doesn't need a God. Nobody is perfect on this line. അപ്പോൾ ശാരീരികവും വൈകാരികവും ആത്മീയമായ മണ്ഡലത്തില് പോന്നുപോരായികളും പ്രശ്നങ്ങളും സംഘർഷാവസ്ഥകളും മനുഷ്യൻ ലോകത്തിൽ പിറന്നു വീണാൽ മരിക്കുന്നത് വരെ ഉണ്ടായേ തീരും. എന്നിരുന്നാലും ഈ ശാരീരികമായ വൈകാരികമായ അസ്വസ്ഥതകളെ, രോഗങ്ങളെ, പോരായ്മകളെ നാം 2 രീതിയിലാണ് കാണുന്നത്. ചിന്തിച്ചു നോക്കുക. നാം ആരും ശാരീരികമായ ഒരു രോഗം വന്നാൽ ആത്മഹത്യപ്പെട്ട് ചിന്തിക്കാറില്ല. പനി വന്നു, ഛർദിൽ വന്നു, വയറ്റുവേദന വന്നു, ന്യൂമോണിയ വന്നു, എന്തെങ്കിലും അസുഖം വന്നാൽ ഉടനെ ആത്മഹത്യ ചെയ്ത് കളയാം എന്ന് ആരും വിചാരിക്കാറില്ല. കാരണം ശാരീരികമായ രോഗം വന്നാൽ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? കാരണം അതിന് മരുന്നുണ്ട്, പ്രതിവിധിയുണ്ട്, ചികിത്സയുണ്ട്, പ്രഗത്ഭരമായ ഡോക്ടർമാരുണ്ട്. ഏതെങ്കിലും ഒരു ആശുപത്രി കൊണ്ടുപോയാൽ ഇതിവിടെ ബുദ്ധിമുട്ടാണ്, വൈഷമ്യമാണ്, മറ്റെവിടെങ്കിലും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ആത്മഹത്യ ചെയ്യുകയല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ഒരു ആശുപത്രി ചെല്ലുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മക്കൾ ഉടനെ പോകുന്നത് ശ്രീചിത്ര മെഡിക്കൽ കോളേജിലേക്ക് പോകും, ട്രിവാൻഡ്രം. അവിടെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവിടെ തഴഞ്ഞാൽ ആത്മഹത്യ ചെയ്യുകയല്ല, നേരെ വെല്ലൂർക്ക് പോകും. കാരണം അപ്പോൾ ശാരീരികമായ ഒരു രോഗം വന്നാൽ നാം ആരും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാറേ ഇല്ല. കാരണം അതിന് മരുന്നുണ്ട്, ചികിത്സയുണ്ട്, പ്രതിവിധിയുണ്ട്, ഡോക്ടറുണ്ട്, വൈദ്യനുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ശാരീരികമായി നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് പിന്നെ നടക്കാനും കിടക്കാനും ഉറങ്ങാനും വിശ്രമിക്കാനും ഭക്ഷിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ചെവിക്ക് വേദന. ഒരാൾക്ക് നല്ല ചെവിക്ക് വേദന വന്നെന്ന് സങ്കല്പിക്കുക. ആണി അടിച്ചു കേട്ടുന്നത് പോലത്തെ വേദനയാ. ഇവൻ എന്നാ പറയും? എന്റെ ദൈവം തമ്പുരാനെ, വേറെ എന്നാ വേദന വന്നാലും ചെവിക്ക് വേദന വരരുതേ. വയറ്റുവേദന വരുന്ന വന്നു, എന്റെ ഒടേ തമ്പുരാനെ, വേറെ എന്നെ പ്രസവവേദന എന്നെ സഹിച്ചോളാം, എന്നാലും വയറ്റുവേദന വരണ്ടേ.
എന്ന് ആ പാർട്ടി പറയും. ഓരോ വേദനയും വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ വേദന എന്നാണ് അവന്റെ സങ്കല്പം. ഏതായിരുന്നാലും ചെവിക്ക് വേദന വരുന്ന ഒരു മനുഷ്യന് ആണിയടിച്ചു കയറുന്നത് പോലത്തെ വേദനയാണ്. കിടക്കാവോ അത് വേദന, കാരണം വേദന സഹിക്കാൻ വരെ. കിടക്കുമ്പോൾ തോന്നും നടക്കണമെന്ന്, നടക്കുമ്പോൾ തോന്നും ഇരിക്കണമെന്ന്, ഇരിക്കുമ്പോൾ തോന്നും എഴുന്നേക്കണമെന്ന്. അപ്പൊ ഇരിക്കാനും വില, കിടക്കാനും വില, നടക്കാനും വില, കുടിക്കാനും വില, കുളിക്കാനും വില, ഉറങ്ങാനും വില, വിശ്രമിക്കാനും വില, ഒന്നും വില. കാരണം എന്നാ വേദന, വേദന ഭയങ്കര വേദന, സഹിക്കാൻ വില, വേദന സഹിക്കാൻ വില, വലിയ വേദന, നീര് വെച്ചിരിക്കുക, വെള്ളം ഇറക്കാൻ വില, അയ്യോ മാതാവെന്ന് പറഞ്ഞ് കിടക്കുക ഏത് നേരവും. എന്നാലും ഈ വേദനയൊക്കെ വന്നാലും ആരും ആത്മഹത്യ ചെയ്ത് കളയാം, വലിയ വേദന കൊണ്ട് സഹിക്കാൻ വില, പോയി തൂങ്ങിച്ചത്ത് കളയാം. ആരും ചിന്തിക്കുകയില്ല, ആരും ചിന്തിക്കുകയില്ല. കാരണം മരുന്നുണ്ട്, പ്രതിവിധിയുണ്ട്, നാളെ സൗഖ്യമാകും എന്നവൻ അറിയാം. മക്കളെ, വൈകാരിക മണ്ഡലത്തില് രോഗം വന്നാൽ ശാരീരികമായ രോഗം വരുന്നത് പോലെ അല്ല, അത് മനസ്സിലാക്കിയിരിക്കണം. മനുഷ്യന്റെ രണ്ടാമത്തെ മണ്ഡലമാണ് വികാരത്തിന്റെ മണ്ഡലം. വികാരം എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട്. ഈ വൈകാരിക മണ്ഡലത്തിൽ സംഘർഷാവസ്ഥകൾ വന്നാൽ, കൈപ്പേറിയ അനുഭവം വന്നാൽ, വേദനാജനകമായ സംഭവങ്ങൾ ഉണ്ടായാൽ ശാരീരികമായ ഒരു വേദനയോ അസുഖമോ രോഗമോ വരുന്നത് പോലെയല്ല. ശാരീരികമായ വേദനയും രോഗവും വന്നാൽ ഉണ്ണാനും കൊടുക്കാനും കിടക്കാനും വിശ്രമിക്കാനും ഭക്ഷിക്കാനും കുടിക്കാനും പറ്റുകയെന്നേ ഉള്ളൂ. പക്ഷെ വൈകാരിക മേഖലയിൽ മനുഷ്യനെ താങ്ങാൻ പറ്റാത്ത ഒരു സംഘർഷാവസ്ഥ വന്നാൽ ഭക്ഷിക്കാനും കുടിക്കാനും ഉറങ്ങാനും പറ്റിയതെന്ന് മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനും പറ്റിയല്ല, സാധ്യമല്ല. മുന്നോട്ട് ജീവിക്കാൻ സാധ്യമല്ല. സാമ്പത്തികമായ ക്ലേശമായിരിക്കാം, കടം കയറി മുടിഞ്ഞതായിരിക്കാം, മാരകമായ ഒരു രോഗത്തിന്റെ പേരുള്ള വൈകാരിക സംഘർഷാവസ്ഥയായിരിക്കാം, തെറ്റിദ്ധാരണയായിരിക്കാം, ഭാര്യ മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്ന മനസ്സിലാക്കിയതിന്റെ വിഷമമായിരിക്കാം, ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ പുറകെ പോകുന്നതിനുള്ള വൈഷമ്യമായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കാം, അല്ലെങ്കിൽ ജീവിത സൗകര്യമില്ലാത്തതിനെ കുറിച്ചായിരിക്കാം. എന്തായിരുന്നാലും കൊള്ളാം, അല്ലെങ്കിൽ ഏതെങ്കിലും അഭിമാനം നഷ്ടപ്പെട്ട ഏതെങ്കിലും പ്രശ്നമായിരിക്കാം. എന്തായിരുന്നാലും കൊള്ളാം, വൈകാരിക മണ്ഡലത്തിൽ സംഘർഷാവസ്ഥ വരുമ്പോൾ അവന് മുന്നോട്ട് ഭക്ഷിക്കാനും കുടിക്കാനും മാത്രമല്ല ജീവിക്കാനും പറ്റുകയില്ല. ഈ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല, ഞാൻ മടുത്തു. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴാണ് ഇതങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം. ഞാനിപ്പോ ഈ 3-4 ദിവസം ഒരു നേരം വെളുത്താൽ വയ്യോളം ഇരുന്ന് കൌൺസിലിംഗ് നടത്തുകയായിരുന്നു. എത്ര പേരുടെ കണ്ണുനീര് ഞാൻ 4 ദിവസം കൊണ്ട് കണ്ടെന്ന്. സത്യം പറഞ്ഞാൽ എന്റെ മക്കളെ, നിങ്ങളൊക്കെ ഇവിടെ എന്തുമാത്രം മാനസികമായി വിഷമിച്ചാ കഴിയുന്നുള്ളത് നാട്ടിലുള്ള നിങ്ങളുടെ തന്തയ്ക്കോ തള്ളയ്ക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അറിഞ്ഞുകൂടാ. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും വേണ്ടിയില്ല, വരുമ്പോ നിങ്ങൾ പെട്ടിനിറയെ സാധനം കൊണ്ടെന്ന് വെച്ചാൽ മാത്രം മതി. അതാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ചിന്ത. ഞങ്ങളുടെയൊക്കെ ചിന്ത നിങ്ങൾ ഇവിടെ സ്വർഗത്തിലാ കഴിയുന്നുള്ള ചിന്തയാ. വന്ന് കാണുമ്പോഴല്ലേ ഓരോന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചും വേദനിച്ചോ കഴിയുന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇങ്ങനെ മനസ്സിന്റെ ജീവിതത്തില്, മനസ്സിന്റെ മണ്ഡലത്തില് താങ്ങാനാവാത്ത സംഘർഷാവസ്ഥ വരുമ്പോഴാണ് ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് ഒരുവൻ ചിന്തിക്കുന്നത്. ഇനി ഞാൻ ഒന്ന് താരതമ്യപ്പെടുത്താൻ പോവുകയാണ്. ശാരീരികമായ രോഗം വരുമ്പോൾ ആരും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാറില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം സൗഖ്യമുണ്ട്, അതിന് പ്രതിവിധിയുണ്ട്, മരുന്നുണ്ട്, ഡോക്ടറുണ്ട്, ആശുപത്രിയുണ്ട്, സൗഖ്യപ്പെടും. പിന്നെന്തിനാ ജീവിതം കൊണ്ട് കളയാൻ ചിന്തിക്കുന്നത്? സഹോദരങ്ങളെ, ഇതുപോലെ മനുഷ്യന്റെ വൈകാരിക മണ്ഡലത്തില്, മനസ്സിന്റെ മേഖലയിൽ എന്തിന്റെയെങ്കിലും പേരിൽ താങ്ങാനാവാത്ത സംഘർഷാവസ്ഥ, വീസ പോയതിന്റെ പ്രശ്നമായിരിക്കാം, 2 വർഷമായിട്ടും ജോലി കിട്ടാത്തതിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെ കത്തിച്ച് 75 ദിനാറാകൊണ്ട് ജീവിതം ഞെരുങ്ങി കഴിയുന്നതിന്റെ വൈഷമ്യമായിരിക്കാം, നല്ലൊരു വീടില്ലാത്തത് കൊണ്ടായിരിക്കാം, ഒരു 10 ദിനാറാ പോലും വീട്ടിലേക്ക് അമ്മച്ചിക്ക് അയച്ചു കൊടുക്കാൻ ബാലൻസ് കിട്ടാത്തതിന്റെ വിഷമമായിരിക്കാം, ഇവിടെ വന്നിട്ട് ഇനി വർഷങ്ങൾ ഇത്രയായിട്ടും മക്കളുണ്ടാകാത്തതിന്റെ വിഷമമായിരിക്കാം. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന സംഘർഷാവസ്ഥ എന്നതാ. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി എന്റെ നാട്ടിൽ പറഞ്ഞ ഇവിടെ ഞാൻ ഒന്ന് ചത്തേക്കാം, ഇങ്ങനെ ചിന്തിക്കുന്ന വൈഷമ്യമുള്ള ആ വൈകാരികമായ സംഘർഷാവസ്ഥ എന്നതാണ്. മക്കളെ, മരിച്ചു കളയാം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഘർഷാവസ്ഥ വരുമ്പോൾ ഈ സംഘർഷാവസ്ഥ കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് വേരോടെ പിടിച്ചെടുത്ത് കളഞ്ഞ് നിങ്ങളുടെ മനസ്സും നിറയെ സമാധാനവും സന്തോഷവും ശാന്തിയും തരാൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമെങ്കിൽ എന്തിനാ ഈ തരത്തിലുള്ള ഒരു ചിന്ത കൊണ്ട് നടക്കുന്നത്? നമ്മുടെ മനസ്സിലെ ഭാരം മാറ്റി എന്ത് വിഷയമായിക്കൊള്ളട്ടെ, രോഗം കൊണ്ടോ കഷ്ടപ്പാട് കൊണ്ടോ വേദന കൊണ്ടോ അസുഖം കൊണ്ടോ വിസ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്തത് കൊണ്ടോ എന്തിന്റെയെങ്കിലും പേരിലായിക്കോട്ടെ, നിങ്ങളുടെയോ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തങ്ങിയും തിങ്ങിയും വിങ്ങിയും നിൽക്കുന്ന സംഘർഷാവസ്ഥകള് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് സമാധാനം കൊണ്ട് നിറച്ച്, സന്തോഷം കൊണ്ട് നിറച്ച്, ഐശ്വര്യം കൊണ്ട് നിറച്ച്, നിശ്ചലത കൊണ്ട് നിറയ്ക്കാൻ
ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ സാധിക്കുമെങ്കിൽ അതിനു പറ്റിയ ഒരു വൈദ്യൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാ അങ്ങോട്ട് പോയാ പോരെ?